ഞാൻ പണക്കാലത്ത് കണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഇപ്പം ഞാനതിനെ ഉപമിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പണ്ട് ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആയിട്ടുള്ളൊരു പടം ഉണ്ടായിരുന്നു, സൗണ്ട് ഓഫ് മ്യൂസിക് എന്ന് പറയുന്നത്. അതുപോലെയൊക്കെയുള്ളൊരു ക്ലാസിക്കൽ പടം എന്ന് പറഞ്ഞാൽ അത് കുട്ടികൾ, പിന്നെ ഒന്നാമത്തത് ഓഡിയൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ 3D പടങ്ങൾ നമുക്ക് ഫാസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റാത്ത ഷോട്ടുകളാണ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു സ്മൂത്തായിട്ടുള്ള പോക്കും, പിന്നെ വിഷ്വലി ഫാന്റാസ്റ്റിക് ട്രീറ്റ്മെൻറ്റ്. ആൻഡ് ലാൽ ആസ് എ ഡയറക്ടർ ഇത്രയും നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു ഷോട്ടുകളൊക്കെ വെച്ചിട്ട് കാണുന്ന സമയത്ത് നമുക്കറിയാം ഈ മനുഷ്യനാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്തിരുന്നത്. എന്നിട്ടും അദ്ദേഹം ഒരിക്കലും ഇൻ്റർഫിയർ ചെയ്തിട്ടില്ല. നമ്മളെന്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇൻ്റർഫിയർ ചെയ്യാം. അപ്പോൾ എനിക്ക് കുറച്ച് കഴിവുണ്ടെന്നുള്ളൊരു അഹങ്കാരം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ പണിയിൽ ഇൻ്റർഫിയർ ചെയ്യാൻ നോക്കും. ഒരിക്കലും അദ്ദേഹം ചെയ്തിട്ടില്ല. ഇത് കാണുന്ന സമയത്ത് ഞാൻ നമിച്ചിരിക്കുന്നു ആ ഒരു ഡയറക്ടോറിയൽ ഒരു പേഷ്യൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് നല്ല ക്ഷമമാണ് ഒരു ഡയറക്ടർ ആവുക. പിന്നെ ഒരു 3D പടം ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ജോക്ക്, എല്ലാവരുടെയും ഒരു ഡ്രീമാണ്. ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് ട്രീറ്റ് ഫോർ ദ ഫാമിലീസിൽ എസ്പെഷ്യലി കിഡ്സ്. ഇമോഷൻസ്, ഇങ്ങനെയുള്ളൊരു ഫാൻറ്റസി ഫിലിമിൽ ഇത്രയധികം ഇമോഷൻസും തരുന്നു. ലാസ്റ്റ് ഞാൻ കണ്ണ് നിറഞ്ഞതൊന്നുമല്ല, അവസാനം ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ എന്ന് എഴുതി കാണിച്ച സമയത്ത് ദാറ്റ് വാസ് എ ഗ്രേറ്റ് ഫീലിംഗ് ഫോർ. നേരത്തെ ഈ രംഗത്തേക്ക് പക്ഷെ അത് എല്ലാവർക്കും ഒരു സമയമുള്ളൂ. ഇനിയിപ്പോൾ ലാൽ പടം ഡയറക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല. അതൊരു ആഗ്രഹം. ആ ആഗ്രഹങ്ങൾ നടത്തിയിൽ ഇങ്ങനെ വിജയിച്ചു വരിക എന്ന് പറയുന്നതും നമുക്കൊരു കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ, അതുകൊണ്ടായിരിക്കും ഇത്രയധികം സമയം എടുത്തിട്ടുണ്ടാവുക. എന്തുതന്നെയാലും ശരി, ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക്. വീട്ടിലിരുന്ന് സമാനമായിട്ട് എല്ലാ ചെറിയ കുട്ടികളടക്കം കൊണ്ടുപോകാം. അങ്ങനെയുള്ളൊരു സിനിമ നമുക്ക് വളരെ റെയറായിട്ടുള്ള. സോ ഇറ്റ് ഹാസ് ടു ബി എ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ഫോർ ദ ഫാമിലി. ക്രിസ്മസിൻ്റെ ഒരു ട്രീറ്റ് ആയിരിക്കും. താങ്ക് യു.